ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഒരു 5 മിനിറ്റ് തരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനു മുൻപ് ഒരൊറ്റ കാര്യം, 9ാം ക്ലാസ്സിലെ നിങ്ങളുടെ മലയാളം പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈസി ആയിരുന്നു, മീഡിയം ആയിരുന്നു, ടഫ് ആണെന്ന് എല്ലാവരും. ഈ വീഡിയോയിൽ നമുക്ക് ആദ്യം സംസാരിക്കേണ്ടത് നമ്മൾ 9ാം ക്ലാസ് ഫിസിക്സ് പരീക്ഷയുടെ കാര്യത്തിലാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ നന്നായി അടിച്ചു പൊളിച്ചിരുന്ന് പഠിച്ചു, അതിന്റെ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ഇതിന്റെ ആൻസർ കീ പ്രൂഫ് വീഡിയോയിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഗംഭീര കമന്റ്സ് ആണ്, പഠിച്ചതിന്റെ എഫക്റ്റ് ആണ് നിങ്ങൾ അവിടെ കണ്ടത്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. 10ാം ക്ലാസ്സിൽ ഇതേപോലത്തെ ലൈവ് 10 മണിക്കൂർ എടുത്തില്ല എന്നുള്ളൂ, 6 മണിക്കൂർ ലൈവ്, ഒറ്റ ലൈവ് അല്ല, അതിന് മുമ്പ് പല ലൈവുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ട് നിങ്ങൾ ഈ ആൻസർ കീ വീഡിയോ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, അതൊന്നും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. A+ കിട്ടണമെങ്കിൽ ആ ഒരൊറ്റ ലൈവ് മാത്രം കണ്ടാൽ മതിയായിരുന്നു. എന്നിട്ടും കുട്ടികൾ എന്തുകൊണ്ട് മീഡിയം, അതായത് 70% കുട്ടികൾ പറഞ്ഞത് ഈ സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷ, സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവ് മാത്രം കണ്ടാൽ മതിയായിരുന്നു, അങ്ങനത്തെ ഒരു പരീക്ഷ പോലും എന്തുകൊണ്ടാണ് 71% മീഡിയം എന്നും ബാക്കി 13% ടഫ് എന്നും പറഞ്ഞത്. അതായത് പലർക്കും A+ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ക്ലാസ് പൊട്ടായതുകൊണ്ടോ, ക്ലാസ്സിൽ നിന്ന് ചോദ്യം വരാത്തതുകൊണ്ടോ ഒന്നുമല്ല, ക്ലാസ്സിൽ നിന്നേ ചോദ്യം വന്നിട്ടുള്ളൂ. ഇതിന്റെ പ്രശ്നം SSLC മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് പണ്ട് എന്ന് പറഞ്ഞ പോട്ടെ, ഒരു വർഷം മുൻപ് വരെ നമ്മൾ നോക്കുകയായിരുന്നെങ്കിൽ ഈ എക്സാമിന്റെ തലേന്ന് മാത്രം ഒരു സർക്കസ് കളിച്ചിട്ട് നമ്മൾ 9ാം ക്ലാസ്സിലേക്ക് ചെയ്തില്ലേ, ഫിസിക്സിൽ ചെയ്തില്ലേ, ആ ഒരു സർക്കസ് കളിച്ചാൽ നമുക്ക് SSLCയിൽ A+ ഒക്കെ ഈസി ആയിട്ട് വാങ്ങിച്ചെടുക്കായിരുന്നു. ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇന്ന് എത്ര നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്താലും അത് അതേപോലെ പരീക്ഷയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം പറയാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിന്റെ റിയൽ കാരണം എന്താണ്? ഇത് വെറുതെ അടിച്ചുവിടുന്നതല്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, എല്ലാം നമ്മുടെ ക്ലാസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ പലതും ഡയറക്റ്റ് അതുപോലെയാണ് വന്നത്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് SSLCയിലെ സിലബസ് മാറിയിട്ടുണ്ട്, സിലബസ് കൂട്ടിയിട്ടുണ്ട്. അതായത് പണ്ടത്തെ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല പഠിക്കാനുള്ളത്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സാർ അതുകൊണ്ട് ഇപ്പം എന്താ? അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എക്സാമിന്റെ തലേന്ന് നിങ്ങളെല്ലാം പഠിപ്പിക്കും, ഞാൻ എല്ലാ ചോദ്യങ്ങളും ചെയ്യും, പക്ഷെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ അതൊക്കെ ഓർമ്മ വന്നാലല്ലേ കാര്യം ഉണ്ടാവുള്ളൂ. ഇത്രയും സിലബസ് ഓർത്തു വെക്കൽ ഈസി അല്ല. രണ്ടാമത്തെ കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. അതായത് പണ്ടത്തെ പോലെ എല്ലാ സിമ്പിൾ കോമഡി ചോദ്യങ്ങളല്ല ചോദിക്കുന്നത്. ഓൾമോസ്റ്റ് 20-30% മാത്രമേ എന്തുള്ളൂ, ഈസി ക്വസ്റ്റ്യൻസ് ഉള്ളൂ നിങ്ങൾക്ക് പാസ് ആവാൻ വേണ്ടിയിട്ട്. 50% ചോദ്യം എന്താണ്? ആ മീഡിയം ലെവൽ പരീക്ഷ കുറേ ഒരു മീഡിയം എന്ന് പറഞ്ഞില്ലേ, ആ 50% ചോദ്യ പേപ്പർ ഉണ്ടാവും മീഡിയം ലെവൽ ചോദ്യങ്ങൾ. അതായത് വെറുതെ എന്തെങ്കിലും പഠിച്ചു ഒരു കാര്യമില്ല, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ബാക്കി 20% ചോദ്യങ്ങൾ ഓൾമോസ്റ്റ് വരാൻ പോകുന്നതായിരിക്കും. അത് A+ കിട്ടണമെങ്കിൽ നന്നായി കോൺസെപ്റ്റ് മനസ്സിലാക്കി നന്നായി പ്രാക്ടീസ് ചെയ്ത് നേരത്തെ പഠിച്ച കുട്ടികൾക്ക് മാത്രം A+ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ വരെ നമ്മൾ എക്സാമിന്റെ തലേന്ന് ചെയ്യിപ്പിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവില്ല. കാരണം എന്താ? നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല, നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും, പക്ഷെ അത് മനസ്സിലായിട്ടുണ്ടാവില്ല, തലവണ്ടിൽ കയറിയിട്ടുണ്ടാവില്ല, പരീക്ഷയിൽ നിങ്ങൾക്ക് എഴുതാനും പറ്റില്ല. ഈ ഒരു ട്രാപ്പിലേക്ക് ചെന്നിട്ടാണ് പല 9ാം ക്ലാസ്സിൽ നിന്ന് SSLCയിലെ പോകാൻ പോകുന്ന കുട്ടികളും വരാൻ പോകുന്നത്. ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒന്ന്, ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തില്ലെങ്കിലും ഒരു മിനിമം പാസ് മാർക്ക് വെക്കുന്നുണ്ട്. എല്ലാ വർഷവും മിനിമം പാസ് മാർക്ക് ഉണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന SSLC മുതൽ ആ പാസ് മാർക്ക് നിങ്ങൾ എഴുതി തന്നെ വാങ്ങണം. അതായത് ആക്ച്വൽ എഴുത്ത് പരീക്ഷയിലൂടെ നിങ്ങൾ വാങ്ങേണ്ടി വരും. CE മാർക്സ് അവിടെ കൗണ്ട് ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം, ക്വസ്റ്റ്യൻ പാറ്റേൺ ഞാൻ ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു, എന്നാൽ ആ ഫുൾ ചേഞ്ച്, ആ 20% ടഫ് ചോദ്യങ്ങളൊന്നും ഈ വർഷം അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട്. പക്ഷെ നിങ്ങൾ SSLC എത്തുമ്പോഴത്തേക്കും അവരത് ഇംപ്ലിമെന്റ് ചെയ്യും, ഓൾമോസ്റ്റ് 100% ഉറപ്പാണ്. മൂന്നാമത്തെ കാര്യം, ഡിഫിക്കൽട്ടി ചേഞ്ചും ഉണ്ട്. ആ ഡിഫിക്കൽട്ടിയും മൊത്തത്തിൽ മാറിയിട്ടുണ്ട്, പാറ്റേണും മാറി, ഡിഫിക്കൽട്ടി മാറി. മൊത്തത്തിൽ ആ ഒരു ചേഞ്ച് നെക്സ്റ്റ് ഇയർ മുതലായിരിക്കും അതിന്റെ ശരിക്കത്തെ എഫക്റ്റ് കാണാൻ വരുന്നത്. ഇനി ഇത് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, പക്ഷെ ഈ ഒരു റിയാലിറ്റി, അതായത് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പഠന നിലവാരവും എക്സാമിന്റെ നിലവാരവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. 9ാം ക്ലാസ്സിലെ പോലെ എല്ലാം ഈസി ആയിരിക്കില്ല 10ൽ എത്തുമ്പോൾ എന്നുള്ള റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ ചെറിയൊരു ടേസ്റ്റ് നിങ്ങൾ മാത്സിൽ കണ്ടിട്ടുണ്ടാവും. എല്ലാം നമ്മൾ പഠിപ്പിച്ച ചോദ്യങ്ങളാണ് വന്നത്. നിങ്ങൾ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ, അലൻ സാറിന്റെ പ്രൂഫ് വീഡിയോ നോക്കിയാൽ അതിൽ നിങ്ങൾ എല്ലാം പഠിപ്പിച്ചതാണ്. പക്ഷെ പ്രശ്നം എന്താണ്? പ്രശ്നം നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ എക്സാമിന്റെ തലേന്ന് മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ആ കാര്യങ്ങൾ പലതും നിങ്ങൾ നേരത്തെ പഠിച്ചാൽ മാത്രമേ പരീക്ഷ ആകുമ്പോഴത്തേക്ക് ഗുണം ഉണ്ടാവുള്ളൂ. ഈ ഒരു കാര്യം ഇനി അങ്ങോട്ട് SSLCയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആകാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഇയർ എന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞില്ല. നെക്സ്റ്റ് ഇയർ ഇതുപോലെ ഒരു 6 മണിക്കൂറിന്റെ 10 മണിക്കൂറിന്റെ ലൈവ് നമ്മൾ എടുക്കുകയും ചെയ്യും. 90% ചോദ്യങ്ങൾ, അത് A+ കിട്ടാനുള്ള എല്ലാ ചോദ്യങ്ങളും അതും തന്നെയായിരിക്കും വരികയും ചെയ്യുക. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് A+ കിട്ടാൻ പോകുന്നില്ല. സാറാന്താ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? എടോ, ഈ കാര്യമൊക്കെ നടക്കും, ചോദ്യമൊക്കെ അതിന്ന് വരും. പക്ഷെ നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടാവണമെങ്കിൽ, നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായി പരീക്ഷയിൽ അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 3 കാര്യങ്ങൾ നെക്സ്റ്റ് ഇയർ ചെയ്തേ പറ്റുള്ളൂ. 1, ഡെയിലി പഠിക്കുക. 2, കോൺസെപ്റ്റ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക.
3, മാക്സിമം ചോദ്യങ്ങൾ നേരത്തെ തന്നെ ചെയ്ത് പഠിക്കുക. അതും പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ ചെയ്ത് പഠിക്കുക. ഇതൊക്കെ ചെയ്തിട്ട് എക്സാമിന്റെ തലേന്ന് വന്നിട്ട് നമ്മൾ ആ കുത്തിയിരുന്നിട്ട് ആ മാരത്തോൺ ലൈവും 6 ഹവറും 10 ഹവർ ലൈവിലൊക്കെ നമ്മൾ അതൊന്നും കൂടി റിവൈസ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി നിങ്ങൾക്ക് A+ കിട്ടാൻ പോകുന്നത്. ഇതല്ലാതെ 10ാം ക്ലാസ്സിൽ പണ്ടത്തൊക്കെ പോലെ അവസാനത്തെ ദിവസം കുത്തിയിരുന്നിട്ട് പഠിച്ചിട്ട് A+ വാങ്ങാനാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ A+ പോയിട്ട് പാസ്സാവാൻ തന്നെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ മിനിമം പാസ് മാർക്കൊക്കെ മാറ്റുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. 10ാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കണം. സാർ ഇതൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുക, ഡെയിലി പഠിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, ഒരു മടിയില്ലാണ്ട് ഞാൻ പറയും, വളരെ സിമ്പിളായിട്ട് ഞാൻ പറയും. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്താണ്, നമ്മുടെ ലക്ഷ്യ ബാച്ച് തന്നെയാണ്. ഇത് പറയാൻ എനിക്ക് ഒരു മടിയില്ല. ഇത് പ്രോമോ പോലെ ഞാൻ പറയുന്നു അല്ല ആഡ് പോലെ പറയുന്നു ഒന്നല്ല, റിയാലിറ്റി തന്നെയാണ്. ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകളുപരി കേരളത്തിൽ ഒരൊറ്റ ബാച്ചേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാ സാധനവും ഒറ്റ സ്ഥലത്ത് കിട്ടുന്നത്. എല്ലാ സാധനം എന്ന് പറയുമ്പോൾ ക്ലാസ്സും കാര്യങ്ങളും വർക്ക്ഷീറ്റൊക്കെ നിങ്ങൾക്ക് എല്ലാ ആപ്പിലും എല്ലാ സ്ഥലത്തും കിട്ടും. ഇത് കൂടാതെ ഓരോ സബ്ജക്റ്റിന്റെയും 9 സബ്ജക്റ്റിന്റെയും ഫുൾ ബുക്ക് സെറ്റ്, മുഴുവൻ ബുക്ക് സെറ്റ്. ആ ബുക്ക് സെറ്റിൽ നിൽക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യത്തിന് ആൻസേഴ്സ്, ലൈൻ ബൈ ലൈൻ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും. കുറേ ചോദ്യങ്ങളുണ്ട് SSLC-ലൊക്കെ, പല ചോദ്യങ്ങളും അത് തന്നെയാണ് പരീക്ഷയിൽ വരാൻ പോകുന്നത്. അതിൻ്റെ ആൻസേഴ്സ്, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, പുതിയ പാറ്റേണിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഓരോ സബ്ജക്റ്റിന്റെ ബുക്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കടയിൽ പോയി വാങ്ങാണ്ട് ഇത്രയോളം പൈസയാവും. നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ അത് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. ഇത് കൂടാതെ 3000+ ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, അതായത് ഇത്രയും ഈ ബുക്കിൽ തന്നെ കുറെ ചോദ്യങ്ങളുണ്ട്. അതിന് പുറമെ ഈ ചോദ്യങ്ങൾ പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ, പല പരീക്ഷയിൽ ചോദിച്ച SCRT വന്ന ഒഫീഷ്യൽ സാമ്പിൾ പേപ്പറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ബുക്കിൽ 3000+ ക്വസ്റ്റ്യൻസ്. ഇതിന്റെ പുറത്തുനിന്ന് വരാൻ പോലും പോകുന്നില്ല ചോദ്യങ്ങൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലാം സൊല്യൂഷനായി. അതായത് ഡെയിലി സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, എക്സ്ട്രാ ലൈവ് ക്ലാസ് ഉണ്ട്, ടോപ്പിക് വൈസ് ആയിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് ഉള്ളത്. അതുകൂടാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ലേറ്റസ്റ്റ് ക്വസ്റ്റൻസ്, SCRT പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിനൊക്കെ നിങ്ങൾക്ക് സൊല്യൂഷൻസ് നമ്മുടെ വീഡിയോ ആയിട്ട് കിട്ടുകയും ചെയ്യും. കോൺസെപ്റ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി തരും. ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടി ഇഷ്ടം പോലെ മെറ്റീരിയൽസ് ആണ്. ഇതെല്ലാം കൂടെ ഒരൊറ്റ ബാച്ചിൽ നിങ്ങൾക്ക് അത്യാവശ്യം സാമാന്യം അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണെന്ന് പറയാൻ ഒരു ശങ്കയും ഞാൻ കാണിക്കുന്നില്ല. കാരണം ഈ ഒരു ഫീസിൽ ഇത്രയും കാര്യങ്ങൾ കിട്ടുക, ഇത്രയും കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. മാത്രമല്ല ഇതിനൊക്കെ ഉപരിയായിട്ട് നിങ്ങൾക്ക് അവസാന റിവിഷന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ റിവിഷൻ ബാച്ച്, യൂട്യൂബിലെ ബാച്ച് ഒന്നും അല്ല പറയുന്നത്, ഒഫീഷ്യൽ എക്സാമിനറിന്റെ ലക്ഷ്യ റിവിഷൻ ബാച്ച് ഫ്രീ ആയി കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ഓഫർ പ്രൈസിൽ ഇപ്പൊ കിട്ടുന്നുണ്ട്. അതൊക്കെ ഉപയോഗിച്ചോളുക. കാരണം നിങ്ങളുടെ SSLC ലൈഫ് മാറ്റും. SSLC ഫുൾ A+ എന്തായാലും വാങ്ങണം എന്നാണ് നിങ്ങളുടെ ഒരു ചിന്താഗതിയെങ്കിൽ ഈ ഒരൊറ്റ കാര്യം മതി, ഈ ഒറ്റ ബാച്ച് മതി എന്നല്ല, ഈ ഒരൊറ്റ കാര്യം മതി. കാരണം ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മാത്രമല്ല, നിങ്ങൾക്ക് എന്തൊക്കെ സ്റ്റഡി മെറ്റീരിയൽ വേണോ അതൊക്കെ ഒറ്റയടി കിട്ടും. അപ്പൊ എക്സാമിന്റെ തലേന്ന് പോയിട്ട് ഏതെങ്കിലും ബുക്ക് വാങ്ങേണ്ടയോ, ഏതെങ്കിലും ഗൈഡ് വാങ്ങേണ്ടയോ, ക്വസ്റ്റ്യൻ ബാങ്ക് കാണണ്ടോ, ഏതെങ്കിലും PDF ഡൗൺലോഡ് ചെയ്യണമെന്നൊന്നും ആവശ്യമില്ല. ഇൻഫാക്ട് എക്സാമിനറിന്റെ യൂട്യൂബിലെ ചാനലിലെ ക്ലാസ് പോലും കാണേണ്ട ആവശ്യമില്ല. കാരണം അത്രത്തോളം മെറ്റീരിയൽസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, അത്രത്തോളം അടിപൊളി കിടിലൻ ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ തന്നെ ഉപയോഗിച്ചുകൂടാ. ഇത് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല പറയുന്നത്, നിങ്ങളുടെ SSLC മനോഹരമായിട്ട് പോകണമെങ്കിൽ, അത് ആദ്യം മുതൽ തന്നെ നന്നായി പഠിച്ചു പോകണമെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ആ ഒരു കാര്യം ഒരു ക്ലിയർ ആയിട്ട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. എല്ലാ കുട്ടികൾക്കും ഈ ഒരു ഓഫർ തരാൻ പോകുന്നില്ല. ഇനി അങ്ങോട്ടുള്ള 500 സ്റ്റുഡൻസിന് മാത്രമേ നമ്മുടെ ഈ ഓഫർ ഫീസ് തരാൻ പറ്റുള്ളൂ നമുക്ക്. കാരണം ഇത്രത്തോളം മെറ്റീരിയൽസും ഇത്രത്തോളം കണ്ടന്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചോളാം. ഇനിയുള്ള പരീക്ഷകൾ അടിപൊളിയായിട്ട് എഴുതുക. കെമിസ്ട്രി അല്ലുള്ളത് നന്നായി പഠിക്കുക, സൂപ്പറായിട്ട് പഠിച്ചാൽ അത് മനോഹരമായിട്ട് പോകും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മക്കളെ. നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ലൈവിൽ വീണ്ടും കാണാം.